ഖഡ്ഗശൂലഗദാദീനി യാനി ശാസ്ത്രാണി തേംബികേ കരപല്ലവസംഗീനി തൈരസ്മാൻ രക്ഷ സർവദാം. ഖഡ്ഗശൂലഗദാദീനി യാനി ച അസ്ത്രാണി തേ അംബികേ കരപല്ലവസംഗീനി തൈരസ്മാൻ രക്ഷ സർവദാംബികേ. അല്ലയോ അമ്മേ, തേ കരപല്ലവ സംഗീനി, നിന്റെ കരങ്ങളായ പല്ലവങ്ങളിൽ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ നിന്റെ കൈകളിൽ ധരിച്ചിട്ടുള്ള യാനി ഏത് ഖഡ്ഗശൂല ഗദാദീനി വാൾ ശൂലം ഗദ മുതലായ അസ്ത്രാണി അസ്ത്രങ്ങളും ഉണ്ടോ തൈ അവയെക്കൊണ്ട് സർവദ എല്ലായിടത്തും അസ്മാൻ ഞങ്ങളെ രക്ഷാരക്ഷിച്ചാലും. അമ്മേ, നിന്റെ കൈത്തളിരുകളിലുള്ള വാൾ ശൂലം ഗദ മുതലായ ആയുധങ്ങളെ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും നീ എല്ലായിടത്തും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലായിടത്തും ആപത്തുകൾ ഉണ്ടാകാം, ഏത് സമയത്തും ഉണ്ടാകാം, ഏത് രൂപത്തിൽ ഏതു കാലത്ത് ആർക്ക് എന്ത് ആപത്തുണ്ടാകുമെന്ന് തീർച്ചപ്പെടുത്താനാകാത്തത് കൊണ്ട് അമ്മയുടെ കാരുണ്യമാകുന്ന കവചം അണിയുക മാത്രമേ പോംവഴിയുള്ളൂ. ദേവിയുടെ കരപല്ലവങ്ങളിലുള്ള വാൾ ശൂലം ഗദ തുടങ്ങിയ അസ്ത്രങ്ങൾ കൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ കാലത്തും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ദേവന്മാർ അഭ്യർത്ഥിക്കുന്നു. ഋഷി പറഞ്ഞു, ഏവം സ്തുതാസുരേർ ദിവ്യേ കുസുമേർ നന്ദനോദ്ഭവേ അർച്ചിതാ ജഗദാം ധാത്രീ തഥാ ഗന്ധാനുലേപനൈ ഭക്ത്യാ സമസ്തൈ ത്രിദശൈർ ദിവ്യേ ധൂപേ സുധൂപിതാം പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണദാൻ സുരാൻ. ഏവം സ്തുതാ സുരൈർ ദിവ്യേ കുസുമേർ നന്ദനോദ്ഭവേ അർച്ചിതാ ജഗദാം ധാത്രീ തഥാ ഗന്ധാനുലേപനേ ഭക്ത്യാ സമസ്തേ ത്രിദശൈർ ദിവ്യൈർ ധൂപേസു ധൂപിത പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണദാൻ സുരാൻ. ഏവം ഇപ്രകാരം ജഗദാം ധാത്രി ജഗത്തിൻ്റെ രക്ഷകിയായ ദേവി സുരൈ സ്തുത സുരന്മാരാൽ സ്തുതിക്കപ്പെട്ടവളും നന്ദനോദ്ഭവേ നന്ദനോദ്യാനത്തിൽ ഉണ്ടായ ദിവ്യേ കുസുമേ ദിവ്യങ്ങളായ കുസുമങ്ങളാലും തഥാ ദിവ്യേ ഗന്ധാനുലേപനെ അപ്രകാരം ദിവ്യങ്ങളായ സുഗന്ധമുള്ള കുറിക്കൂട്ടുകളാലും അർച്ചിത അർച്ചിക്കപ്പെട്ടവളും സമസ്തേ ത്രിദശേർ എല്ലാ ദേവന്മാരാലും ഭക്തിയോടെ ദിവ്യേ ധൂപേ ദിവ്യധൂപങ്ങളാൽ സുധൂപിത നല്ലവണ്ണം ധൂപിക്കപ്പെട്ടവളും പ്രസാദ സുമുഖി പ്രസാദം കൊണ്ട് സുന്ദരമായ മുഖമുള്ളവളുമായി പ്രണദാൻ പ്രണമിക്കുന്നവരായ സമസ്താൻ സുരാൻ പ്രാഹ എല്ലാ ദേവന്മാരോടും പറഞ്ഞു. ഋഷി രാജാവിനോട് കഥ തുറന്നു പറയുകയാണ്. ഇങ്ങനെ ദേവന്മാർ ജഗദ്ധാത്രിയായ ദേവിയെ സ്തുതിച്ചു. നന്ദനോദ്യാനത്തിലുണ്ടായ ദിവ്യകുസുമങ്ങളെ കൊണ്ടും ദിവ്യങ്ങളായ ഗന്ധാനുലേപനങ്ങളെ കൊണ്ടും അവർ ദേവിയെ ആരാധിച്ചു. ഭക്തിയോടുകൂടി ദിവ്യങ്ങളായ ധൂപങ്ങളാൽ ദേവിയെ ധൂപിച്ചു. ഇങ്ങനെ എല്ലാ ദേവന്മാരാലും ആരാധിക്കപ്പെട്ട ദേവി പ്രസാദം കൊണ്ട് സുന്ദരമായ മുഖത്തോടുകൂടി എല്ലാ ദേവന്മാരോടും ഇപ്രകാരം അരുളി ചെയ്തു. ഉപാസകനിൽ നിന്ന് വേറെയായി ഉപാസനാമൂർത്തിയെ കരുതി ചെയ്യുന്ന ആരാധനയാണ് പൂജ. ഇത് രണ്ടു വിധത്തിലാകാം, ബാഹ്യപൂജയും മാനസപൂജയും. ദേവന്മാരിൽ നിന്നുണ്ടായ തേജസ്സുകൾ ഐക്യം പൂണ്ടുണ്ടായ ദേവീരൂപം മുന്നിൽ കണ്ടുകൊണ്ട് ആ ദേവിയെയാണ് ദേവന്മാർ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായ ചൈതന്യത്തെ സ്തോത്രങ്ങൾ കൊണ്ടും ദിവ്യധൂപങ്ങൾ കൊണ്ടും കുറിക്കൂട്ടുകൾ കൊണ്ടും ദേവന്മാർ പ്രസാദിപ്പിക്കുന്നു. ദേവി പറഞ്ഞു, വ്രിയതാം ത്രിദശാ സർവേ യദസ്മത്തോഭിവാഞ്ചിതം. വ്രിയതാം ത്രിദശാ സർവേ യദസ്മത്തോ അഭിവാഞ്ചിതം. ത്രിദശ അല്ലയോ ദേവന്മാരെ, സർവേ നിങ്ങളെല്ലാവരും യത് ഏതൊന്ന് അഭിവാഞ്ചിതം ആഗ്രഹിക്കപ്പെടുന്നുവോ അസ്മത്ത എന്നിൽ നിന്നും വ്രിയതാം വരിച്ചാലും. ദേവന്മാരെ, നിങ്ങൾ ഏവരും എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് വരിക്കുക എന്ന് ദേവി അരുളി ചെയ്തു. ദേവന്മാരുടെ സ്തോത്രപൂജാദികളിൽ പ്രസാദ സുമുഖിയായ ദേവി എന്തു വരം വേണമെങ്കിലും വരിച്ചുകൊള്ളാൻ ദേവന്മാരോട് ഇവിടെ ആവശ്യപ്പെടുന്നു.